അബ്രോഡുള്ള ആൾക്കാരുടെ ചാനലൊക്കെ കാണുമ്പോഴാണ് അവരുടെ വീഡിയോസിലൊക്കെ അവരുടെ എസ്തെറ്റിക് ടെസ്റ്റിനോകളിൽ ഇതുമാതിരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഖുഷീനുണ്ടാകും. എന്നാൽ പിന്നെ നമുക്കും അതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ അത് ഒന്ന് ഉണ്ടാക്കി നോക്കാതെ ഒരു സൈഡ് ഉണ്ടാവില്ല. പിന്നെ തപ്പി പിടിച്ചിട്ട് ഒരു ഷാളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഹെഡ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്ത ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുള്ള ഓരോ പീസ് കിട്ടും. ഇനി അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുമാതിരത്തെ ഞെറി ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തില്ല, വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഷാളിന്റെ ഒരു സൈഡ് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഏകദേശം ഒരുപാട് മണിക്കൂർ എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത്. അപ്പം നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഉണ്ടോ അതിന് മാത്രം പണിയുന്നു. വേറെ ഒന്നുമല്ല, മെഷീന് എന്തൊക്കെയോ കേടാന്നിക്കണം തോന്നുന്നു. സ്റ്റിച്ചിനൊന്നും പഠിക്കുന്നില്ല. അത് ആ സ്റ്റിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തൊക്കെയായാലും ആഗ്രഹിച്ചു പോയില്ലേ, പിന്നെ നടത്തിയെടുത്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ കഷ്ടപ്പെട്ട് അങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വെച്ചെടുത്ത മാതിരിയൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ആ സ്റ്റിച്ച് കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും ആകെ കെട്ടുടങ്ങിയിട്ട് ഒരുമാതിരി ഇരിക്കണേ. സ്റ്റിച്ച് ചെയ്ത് അവസാനത്തെപ്പോഴാണ് എടാ കുറച്ച് സ്പേസ് വിടണമല്ലോ, നല്ലേ അതിൽ ഇതിലേക്ക് ഒക്കെ ഒന്ന് കുത്തി നിറക്കാൻ പറ്റുള്ളൂ. പിന്നെന്താ, ഒരു മുട്ടുസൂചന കൂടെ എടുത്തിട്ട് ഒന്നും അയക്കായിരുന്നു. അങ്ങനെ ഒരു സ്പേസ് വിട്ടതിന് ശേഷം അതൊന്ന് അകമ്പറം മുറിച്ചെടുത്തതിന് ശേഷം ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കുക. കോട്ടൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ വേറെ ഷാൾ എടുത്തിട്ട് അതിനുള്ളിലൊക്കെ കുത്തിറക്കുന്നുണ്ട്. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.